എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് എമ്പുരാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എമ്പുരാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ചെറിയ കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. ലൂസിഫറിലൂടെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനെ നമ്മൾ പരിചയപ്പെടുന്നത്. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി എമ്പുരാൻ ഇറങ്ങുന്നു. ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന അത്രയും അധികം ഹൈപ്പ് കൊടുത്തിരുന്നൊരു ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്നത്. അത്രയധികം പണം മുടക്കിയ, ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ചിത്രീകരിച്ച, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച, വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് നമ്മളെ പറഞ്ഞു ബോധിപ്പിച്ച, ഒരുപാട് വലിയ താരനിര അണിനിരന്ന ഒരു സിനിമ എന്ന രീതിയിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നലെയാണ് ഞാൻ സിനിമ കാണുന്നത്. ആദ്യത്തെ ഒരു എന്ന് പറയട്ടെ ഗ്രേറ്റ് എന്നൊരു അഭിപ്രായമില്ല, മറിച്ച് നല്ലൊരു ചിത്രമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനൊരു തികഞ്ഞ മോഹൻലാൽ ഫാൻ കൂടിയാണ്. എന്നെ സംബന്ധിച്ച് കിട്ടേണ്ടുന്ന എലമെൻസ് ഒക്കെ ഈ സിനിമയിൽ നിന്ന് കിട്ടി എന്നും കൂടി പറയട്ടെ. ഗുജറാത്തിലെ ഗോദ്ര കലാപത്തിൽ ആരംഭിച്ച് കേരളത്തിലെ രാഷ്ട്രീയം ഉൾപ്പെടെ സംസാരിക്കുന്ന സിനിമയിൽ ആസ് എ മോഹൻലാൽ ഫാൻ ഞാൻ പറഞ്ഞ പോലെ എനിക്കിഷ്ടമുള്ള എലമെൻസ് ഉണ്ടായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സാന്നിധ്യമില്ലാത്ത കേരളം, അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇതിലേക്ക് താല്പര്യവുമായി എത്തുന്ന എക്സ്ട്രീം വലതുപക്ഷ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്നിവയാണ് ഇതിലൊക്കെ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അബ്രാം ഖുറേഷി അബ്രാം എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്ന സീനുകളിൽ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും കോടിക്കണക്കിന് രൂപ ഇറക്കേണ്ടി വരുന്ന ചാർട്ടേഡ് വിമാനങ്ങളും പാറിപ്പറക്കുന്ന ഒരു ചിത്രം സത്യത്തിലൊരു റിച്ച്നെസ്, ഒരു ഹോളിവുഡ് അപ്പീൽ സത്യത്തിൽ സിനിമയ്ക്ക് നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. ഞാൻ ആ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. പൃഥ്വിരാജ് സിനിമ പ്രൊമോഷനിൽ പറയുന്ന റിച്ച്നെസ് എന്തായാലും ഇതൊക്കെ മൂലം, അതായത് പണം മുടക്കുന്നു, വിവിധ രാഷ്ട്രങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, സ്വാഭാവികമായും ഓരോ ഫ്രെയിമുകൾക്കും ആ റിച്ച്നെസ് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത്രയേറെ ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്തൊരു മലയാള ചിത്രം, ഇത്രയേറെ താരങ്ങൾ, യുദ്ധവും ഒരുപക്ഷെ ആഭ്യന്തര കലാപവും, അതായത് അതൊക്കെ തകർത്ത് ഇറാഖ് മുതൽ ഹോളിവുഡ് ഫ്രെയിമുകളൊക്കെ സുജിത് വാസുദേവൻ വളരെ കൃത്യമായി ഒപ്പിയെടുക്കുന്നുണ്ട് എന്ന അഭിപ്രായമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, ഞാനത് പറഞ്ഞു, അത് നല്ല സിനിമയായിരുന്നു. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ ചർച്ചകളിൽ മുങ്ങിപ്പോയപ്പോൾ ആളുകൾ മറന്നുപോയ ഒരു പ്രധാന കഥാപാത്രത്തെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. അത് മഞ്ജു വാര്യർ അവതരിപ്പിച്ച പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രമാണ്. ലൂസിഫറിനേക്കാൾ വളരെ ഡെപ്തുള്ള കഥാപാത്രം, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയോട് അത്രയും തന്നെയോ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലോ ഡെപ്തുള്ള ഒരു കഥാപാത്രം. ഈ മഞ്ജു വാര്യരുടെ സ്ക്രീൻ പ്രസൻസിനെ കുറിച്ച് എന്താണ് ആളുകൾ സംസാരിക്കാത്തതെന്ന് ഞാൻ പലയിടങ്ങളിൽ നോക്കി. എല്ലാവരും ആ രാഷ്ട്രീയ ചർച്ചയുടെ പുറകെ പോയതുകൊണ്ട് മഞ്ജു വാര്യരുടെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നു, ഒരുപാട് നാളുകൾ ഇത്തരത്തിലുള്ളൊരു വലിയ വ്യവസായത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, ശേഷം വിവാഹമോചനം നേടുന്നു, തിരിച്ചു വരുന്നു. ഒരു മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമയുടെ, ഏറ്റവും വലിയ സിനിമയുടെ ഭാഗമായി, അതിൻ്റെ നെടുന്തൂണുകളിലൊന്നായി ആ സ്ത്രീ തിരിച്ചു വരികയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പേഴ്സണൽ ലൈഫിലെ ഒരു സ്ത്രീ എന്ന രീതിയിൽ, വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി മഞ്ജു വാര്യർ ഒബ്സർവ് ചെയ്യുന്നൊരു ആംഗിൾ കൂടിയുണ്ട്. വളരെ അനായാസമായി ആ പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തെ അനായാസമായി അഭിനയിക്കാനും, അഭിനയം തന്നെയല്ല സത്യത്തിൽ ആ ക്യാരക്ടർ തന്നെയാണ്, അതിൽ നമുക്ക് മഞ്ജുവിനെ കാണാൻ സാധിക്കില്ല. കഥാപാത്രം ഹോൾഡ് ചെയ്തതിലൊരു പക്വത മഞ്ജുവിന് എപ്പോഴും ഉണ്ടായിരുന്നു. വളരെ സെറ്റിലായി, ഒട്ടും ഓവറാക്കാതെ, പല ഘട്ടങ്ങളിലും എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എന്നാൽ വരുന്ന മാറ്റങ്ങളെല്ലാം തൻ്റെ അഭിനയ പാഠവും കൊണ്ട് മഞ്ജു അത് ഹോൾഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും അത് പ്രേക്ഷകർക്ക് കൺവേ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി എനിക്ക് മനസ്സിലാവുന്ന മുഖത്തെ ആത്മവിശ്വാസമാണ്. വളരെ വൃത്തിയായി, എങ്ങനെയാണ് ഒരു പി കെ രാംദാസിനെ പോലുള്ളവരുടെ മകൾ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ജതിൻ രാംദാസിൻ്റെ പെങ്ങൾ ഉണ്ടാവേണ്ടത്, ഒരു മുൻപ് തൻ്റെ ഭർത്താവ് വലിയ രീതിയിലുള്ള നാർക്കോട്ടിക് ബിസിനസ് നടത്തിയ ആളെ കൊല്ലാൻ ഓർഡർ ഇട്ട ഒരാളുടെ കരുത്തും ധൈര്യവും പക്വതയും ഒക്കെ അവർക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മുഖത്തെ ആത്മവിശ്വാസം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. സത്യത്തിൽ അന്നും ഇന്നും, അതായത് മഞ്ജു വാര്യരൊക്കെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നാളുകളായി, അപ്പോൾ അന്നും ഇന്നും ഒരുപോലെ മൂല്യമുള്ളൊരു താരമാണ് മഞ്ജു വാര്യർ. ആ മഞ്ജു വാര്യർ അങ്ങനെ തന്നെ ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഏതെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ വിവാഹമോചനം നേടിയ സ്ത്രീകൾ ഏതെങ്കിലുമൊക്കെ മുക്കിലും മൂലയിലും പോരുന്നോട്ടെ, അല്ലെങ്കിൽ ഇവളുമാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ചുരുങ്ങി കഴിയേണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഇത്തരം ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായി മറ്റാർക്കും ഇറീപ്ലേസബിൾ ആയിട്ടുള്ളൊരു ആളായി
സത്യത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്നല്ല വിളിക്കേണ്ട, സൂപ്പർ സ്റ്റാർ തന്നെയായി നിലനിന്നുകൊണ്ട് പോകുന്ന മഞ്ജുവിൻ്റെ ഇങ്ങനൊരു ശക്തമായ കഥാപാത്രത്തെ ആളുകൾ അഡ്രസ്സ് ചെയ്യാത്തതിൽ വളരെ സങ്കടമുണ്ട്. മറ്റൊന്നാണ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുരളി ഗോപി രാഷ്ട്രീയം സംസാരിക്കാത്ത വ്യക്തിയല്ല. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളിൽ കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ കൊടുത്തിരുന്ന ചർച്ചകളിൽ എവിടെയും ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്ലോട്ടിലാണ് ഈ സിനിമ പോകുന്നതെന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല. അതിൽ മുരളിഗോപിയുടെ എഴുത്തുകളിലെല്ലാം തന്നെ അതിൽ കാവ്യ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്, അതിൽ ഇടത് രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്, വലത് രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. എല്ലാവരെയും അദ്ദേഹം വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ നമ്മളിത് കണ്ടതാണ്. നമുക്ക് തഴമ്പ് വന്ന കാര്യമാണ് മുരളിഗോപിയുടെ ആഖ്യാന ശൈലി എന്ന് പറയുന്നത്. ഇതിൽ മുരളിഗോപി കൃത്യമായി രാഷ്ട്രീയം തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പല പ്രേക്ഷകരും ഈ മുരളിയെ ഗോപിയെ പോലെ ഒരാളെ ആണ് ഇത് എഴുതുന്നതെന്നും അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ശൈലിയിലായിരിക്കില്ല ഇതുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കൃത്യമായി രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എമ്പുരാനിൽ സ്ക്രീൻ സ്പേസ് കൂടുതലും മാറ്റിവെച്ചത്. പ്രീസെയിൽ സമയത്ത് രാഷ്ട്രീയം ത്തിനാണ് മുൻതൂക്കം എന്ന് പറയാത്തതിന് തന്നെ പൂർണ്ണമായി ലാലിസം കാണാൻ പോയവർക്ക്, ലാലേട്ടൻ്റെ ആ ഫൈറ്റ് സീൻസ് ഒക്കെ, നാടൻ തല്ല് കാണാൻ പോയ ആളുകൾക്ക് നിരാശ ഉണ്ടായേക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കണക്കിന് വിമർശിക്കുന്ന സിനിമയാണത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു മോഹൻലാൽ ഫാൻ എനിക്ക് ഉണ്ടാവേണ്ടുന്ന കുറേയധികം എലമെൻറ്റ്സ് എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അബ്രാം ഖുറേഷി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ക്യാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെയുള്ളൊരു ഒബ്സർവേഷനും എൻ്റെ ഭാഗത്തുണ്ട്. എന്തായാലും ഈ സിനിമയിലെ രാഷ്ട്രീയം അതൊരു പക്ഷവും ചേരാത്ത രാഷ്ട്രീയമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഇടതിനെയും വലതിനെയും വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ റൈറ്റ് വിങ്ങിനെ വിമർശിക്കുന്നുണ്ട്. ഇതിലൊക്കെ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ആൾ ഇതിൽ അത് അമിത്ഷായി ആണെന്നും മോദിയാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു വിമർശന പോസ്റ്റ് ഇടുമ്പോൾ മാത്രം ആളുകൾക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ് സിനിമ വേറൊരു തലത്തിലേക്ക് രാഷ്ട്രീയ ചർച്ചകളിൽ മാത്രമായി ഒതുങ്ങുന്നത്. നിങ്ങൾക്കൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പക്ഷേ അതൊരു സിനിമ ബാൻ ചെയ്യണമെന്നും സിനിമയിൽ BJP ആണ് വിമർശിക്കുന്നതിനാൽ അത് പാടില്ല എന്നും അങ്ങനെ നിങ്ങൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമ ബാൻ ചെയ്യുമെന്നും ഞങ്ങൾ സെൻസർ ചെയ്യിപ്പിക്കുമെന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത റെഫറൻസുകൾ ധാരാളം സിനിമയിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തരത്തിലൊരു സിനിമയെ അംഗീകരിക്കാനാവില്ല, ഞങ്ങൾ പറയുന്ന ചില്ലുകൂടിനുള്ളിൽ നിന്നുകൊണ്ട് ആ ഫ്രെയിമിനുള്ളിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ അധികാരമുള്ളൂ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ അഹങ്കാരമാണ്. ആ രാഷ്ട്രീയ അഹങ്കാരം എടുക്കുന്നതിനെ ഞാൻ വ്യക്തി എന്ന നിലയിൽ പൂർണ്ണമായി എതിർക്കുന്നുണ്ട്. ഈ നാട്ടിൽ നമുക്ക് എന്തിനേയും വിമർശിക്കാം, ആരെയും വിമർശിക്കാം. ഞാനോ നിങ്ങളോ ആരും വിമർശനങ്ങൾക്ക് അതീതമായ വ്യക്തിത്വമല്ല. അതാണ് ഒരു ജനാധിപത്യത്തിന് മര്യാദ. അതുകൊണ്ട് ഒരു സിനിമ ബാൻ ചെയ്ത് കളയും എന്നൊക്കെ പറയാതെ നിങ്ങൾക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം, നിങ്ങൾക്ക് ആ സിനിമ കണ്ടതിന് ശേഷം സിനിമയെ വിമർശിക്കാം, നിങ്ങൾക്കതിലെ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാം. തീർച്ചയായും മുരളി ഗോപി ഇന്ന് കൊടുത്തൊരു ബൈറ്റുണ്ട്. ഒരു സിനിമ ഞാൻ എഴുതി കഴിഞ്ഞിരിക്കുന്നു, ആ സിനിമ കണ്ടതിന് ശേഷം പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് എന്തും സംസാരിക്കാനുള്ള അവകാശങ്ങളുണ്ട്, ആ അവകാശത്തിന് ഞാൻ പൂർണ്ണമായി മാനിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴും നല്ല എഴുത്തുകാർ പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ എവിടം കൊണ്ട് എഴുതി കഴിഞ്ഞ് അത് പ്രേക്ഷകന് മുന്നിൽ കൊടുക്കുന്നുവോ അതിനുശേഷം ആ കൃതിയെ അല്ലെങ്കിൽ എഴുത്തിനെ നിർണ്ണയിക്കേണ്ടത് വിലയിരുത്തേണ്ടത് പ്രേക്ഷകനാണ് എന്ന് പറയാറുണ്ട്. അതേ രീതിയിലുള്ള സ്റ്റാൻഡ് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. മുരളി ഗോപിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കളത്തിൽ കൊണ്ടിട്ടിട്ട് അയാൾ ഇന്നയാളല്ലേ, ഇന്ന ആളുടെ ബിനാമി അല്ലേ എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം എല്ലാവരെയും വിമർശിക്കുന്ന ആളാണ്. സിനിമയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെങ്കിൽ ആ രീതിയിലാവാം, അല്ലാതെ ബാൻ ചെയ്യണം എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് ഇതൊരു അനാവശ്യമായൊരു രാഷ്ട്രീയ ഇടപെടലായിപ്പോയി. അല്ലെങ്കിൽ എമ്പുരാൻ അർഹിക്കാത്ത രീതിയിൽ, ശരിക്കും എമ്പുരാൻ എന്ന സിനിമയുടെ മെറിറ്റിൽ നിന്നുകൊണ്ട് ഇതിനെ വിമർശിക്കാൻ ഉള്ളൊരു ഭൂപടം ഉണ്ടാവാതിരിക്കുകയും കേവലം അതൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരായി പോയൊരു സിനിമയെന്നും അതുകൊണ്ട് ഇത് ബാൻ ചെയ്യണം എന്നുള്ള മറ്റൊരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിലേക്ക് സിനിമ പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ വിമർശിക്കുന്നു. എന്തായാലും ലൂസിഫറാണോ എമ്പുരാനാണോ മികച്ച സിനിമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൂസിഫർ എന്ന് പറയാനായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല സിനിമയായിരുന്നു. മികച്ച ഒരു സിനിമ എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളില്ല. ഒരുപാട് എലമെൻസുകളിൽ കുറവുകളുണ്ട്. ഇപ്പോൾ ദീപക് ദേവിൻ്റെ മ്യൂസിക്കൊക്കെ പലയിടങ്ങളിലും ഫ്ലോപ്പായതായാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും എക്സ്പെൻസീവായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന തോന്നലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഓരോ പണം മുടക്കുന്ന ആളുകളുടെയും എഴുതുന്ന ആളുകളുടെയും ഒക്കെ കയ്യിലുള്ള അവരുടെ മാത്രം അധികാരപരിധിയിലുള്ളതാണ്. സിനിമ ആസ് എ ഹോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം.